بسم الله الرحمن الرحيم. حميم والكتاب المبين إنا جعلناه قرآنا عربيا لعلكم تعقلون وإنه في أم الكتاب لدينا لعلي حكيم أفنضرب عنكم الذكر صفحا أن كنتم قوما مسرفين وكم أرسلنا من نبي في الأولين وما يأتيهم من نبي إلا كانوا به يستهزئون فأهلكنا أشد منهم بطشا ومضى مثل الأولين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1704 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 43-ാമത്തെ അധ്യായമായ സൂറത്ത് സുഹ്റഫിലെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. آمين والكتاب المبين إنا جعلناه قرآنا عربيا لعلكم تعقلون وإنه في أم الكتاب لدينا لعلي حكيم أفنضرب عنكم الذكر صفحا أن كنتم قوما مسرفين وكم أرسلنا من نبي في الأولين وما يأتيهم من نبي إلا كانوا به يستهزئون فأهلكنا أشد منهم بطشا ومضى مثل الأولين صدق الله العلي العظيم. സൂറത്ത് സുഹ്റഫിലെ ആദ്യത്തെ 8 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 43-ാമത്തെ അധ്യായമാണ് സൂറത്ത് സുഹ്റഫ്. അതിൻ്റെ പേര്, അത് അവതരിച്ച പശ്ചാത്തലം, അതിലെ ഉള്ളടക്കം, ഈ വക കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വളരെ സംക്ഷിപ്തമായിട്ട് കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയിട്ടുണ്ടായി. അതിനെ തുടർന്ന് ഈ സൂറത്തിന്റെ ആദ്യ ഭാഗം പഠനവിധേയമാക്കുകയാണ് നമ്മൾ ഇന്ന്. ഈ സൂറത്തിലെ ആയത്തുകൾ താരതമ്യേന ചെറിയതാണ്. അതുകൊണ്ട് തന്നെ ആയത്തുകളുടെ എണ്ണം ഓരോ ദിവസവും കൈകാര്യം ചെയ്യപ്പെടുന്നത് കൂടുതൽ സാധാരണത്തെ പതിവിൽ കൂടുതലാവാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഈ ആദ്യത്തെ 8 ആയത്തുകൾ ഒരുമിച്ച് പരിഗണിക്കുന്നതിനൊരു കാരണം, ആശയപരമായിട്ട് അവ വളരെ ചേർന്ന് കിടക്കുന്നതായതുകൊണ്ടും ഒരുമിച്ച് പരിഗണിക്കപ്പെടുന്നതിന് കൂടുതൽ സാധ്യത ഉള്ളതുകൊണ്ടുമാണ്. ഈ സൂറത്തിന്റെ തുടക്കം മറ്റു പല സൂറത്തുകളിലേതും പോലെ ഒരു ഖുർആനിക് ഇനീഷ്യൽസ് എന്ന് ഇംഗ്ലീഷിൽ പറയാറുള്ള വിധത്തിൽ മുഖത്താഴത്ത് ആയ 2 അക്ഷരങ്ങൾ കൊണ്ടാണ്. ഹാഉം മീമും അറബി അക്ഷരമാലയിലെ 2 അക്ഷരങ്ങളോ അല്ലെങ്കിൽ 2 ശബ്ദങ്ങളോ ഒക്കെയാണ് ഇത്. ഹാ മീം 2 അക്ഷരങ്ങൾ. നേരത്തെ മുഖത്താഴത്തുകളെ കുറിച്ച് പലപ്പോഴും പൊതുവായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെയും തന്നെ ഇവിടെയും നമുക്ക് ഈ 2 അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഓർക്കാവുന്നതും അത് പ്രസക്തമാണെന്ന് മനസ്സിലാക്കാവുന്നതുമാണ്. 2 അക്ഷരങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു പൊതുവായിട്ട് ഇതുപോലെയുള്ള അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ
വേദഗ്രന്ഥത്തിന്റെ വാക്യങ്ങളെ രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഒറ്റ വായനയിലോ ആദ്യ തവണ കേൾക്കുമ്പോഴോ ഒക്കെ തന്നെ ബോധ്യപ്പെടും. പക്ഷെ ഇത് ദൈവികമായ വചനങ്ങളാണ്, ദൈവികമായ രചനയാണ്. മനുഷ്യരചനയിൽ നിന്ന് തീർത്തും വേറിട്ട് നിൽക്കുന്ന, വ്യത്യസ്തമായി നിലകൊള്ളുന്ന, ദൈവികതയുടെ പൂർണ്ണതയും അന്യൂനതയും ഉള്ള അട്ടറൻസസ് ആണ് ഈ കേൾപ്പിക്കപ്പെടുന്നത്. നിങ്ങൾക്ക് പരിചയമുള്ള ഇതുപോലെയുള്ള അക്ഷരങ്ങൾ നിങ്ങൾ പല രചന ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അത്രയും സാധാരണത്വമുള്ള ഈ അക്ഷരങ്ങളും ശബ്ദങ്ങളും ഒക്കെ തന്നെ ഇവിടെ ദൈവിക വചനങ്ങളായി രൂപപ്പെടുകയാണ്. അത് മനുഷ്യന്റെ മുന്നിൽ ഒരു വെല്ലുവിളി ആയി നിലകൊള്ളുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ ബഖറയിലും വേറെ ചിലയിടങ്ങളിലൊക്കെ ആ വെല്ലുവിളി അല്ലാഹു വ്യക്തമായിട്ട് പറയുകയും അല്ലെങ്കിൽ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് ദൈവികമായ വെളിപാടുകളാണ് എന്ന കാര്യം ബോധ്യപ്പെടാത്തവര് ഇതുപോലെയുള്ള അക്ഷരങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇതിന് സമാനമായത് രചിച്ചുണ്ടാക്കി അവതരിപ്പിക്കട്ടെ. ഇതുപോലെയുള്ള ഏതാനും വരികൾ, ഏതാനും ശ്ലോകങ്ങൾ, അല്ലെങ്കിൽ ഏതാനും ആയാത്തുകൾ എങ്കിലും, അതല്ലെങ്കിൽ ഒരു അധ്യായം തന്നെ അവര് ഉണ്ടാക്കാൻ ശ്രമിക്കട്ടെ. എന്നിട്ട് ആ ശ്രമം തന്നെ അവരെ ബോധ്യപ്പെടുത്തും ഇവിടെ ദൈവികമായ വെളിപാടുകളായിട്ടാണ് ഈ വാക്യങ്ങൾ വരുന്നത്. ഒരിക്കലും തന്നെ മനുഷ്യന് സാധിക്കുന്ന ഒരു കാര്യമല്ല ഈ കോമ്പോസിഷൻ എന്നത്. അത് ബോധ്യപ്പെടുത്തുന്ന വിധത്തില്, അക്കാര്യം ഉണർത്തുന്ന വിധത്തില് ഈ അക്ഷരങ്ങള് വായനക്കാരന്റെ മനസ്സിലേക്ക് അങ്ങനെയുള്ള ചിന്തകളെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അത്തരം ചിന്തകളെ ഉയർത്തി കാണിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ രണ്ടക്ഷരങ്ങളെ തുടർന്ന് വിശുദ്ധ ഖുർആനിലേക്ക് തന്നെയാണ് പരാമർശം. പലപ്പോഴും ഈ മുഖത്താത്തുകളെ തുടർന്നുള്ള പരാമർശം സൂറത്തുകളുടെ തുടക്കത്തില് ഈ ദൈവിക വെളിപാടുകളിലേക്ക് തന്നെയാണ് എന്നത് വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ മുഖത്താഴത്തിന്റെ പൊതു താല്പര്യം ഇത്തരം അക്ഷരങ്ങൾ കൊണ്ട് അള്ളാഹു രചിച്ചിട്ടുള്ള ഈ ദൈവിക വെളിപാടുകളുടെ വാക്യങ്ങൾ അത് പൂർണ്ണമായും ദൈവികതയുള്ളതും അന്യൂനമായതും പൂർണ്ണത ആയതുമാണ് എന്ന കാര്യം ബോധ്യപ്പെടുത്തുക മാത്രമല്ല, ഇതുപോലെയുള്ള അക്ഷരങ്ങൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. നിങ്ങൾക്ക് സാധിക്കുമോ ഇതുപോലെയുള്ള വാക്യങ്ങളുമായിട്ട് രംഗത്ത് വരാൻ എന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ എന്ന ഒരു വെല്ലുവിളി ഇതില് വളരെ പ്രകടമായി തന്നെ കാണാൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഒന്നാമത്തെ ആയത്ത് ഈ രണ്ട് അക്ഷരങ്ങളാണ്, ഹാവും മീമുമാണ്, മുഖത്താഴത്തായിട്ട് പരിഗണിക്കപ്പെടുന്ന അക്ഷരങ്ങൾ. വൽ കിതാബിൽ മുബീൻ, ഈ രണ്ട് അക്ഷരങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നത് പിന്നെ ഒരു സാക്ഷ്യവചനമാണ്, അല്ലെങ്കിൽ ഒരു സത്യപ്പെടുത്തലാണ്. തെളിമയുള്ള, വ്യക്തതയുള്ള ഈ വേദമാണേ സത്യം, ഈ ഗ്രന്ഥമാണേ സത്യം. ഇതാണ് രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത്. അൽ മുബീൻ എന്ന വിവരണത്തിന് അർഹിക്കുന്ന ഈ കിതാബ്, അൽ കിതാബ്, അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് അള്ളാഹു ഒരു പ്രഖ്യാപനം നടത്താൻ, ഒരു പ്രസ്താവന ഇറക്കാൻ ഇവിടെ മുതിരുന്നത്. അപ്പോ തുടർന്ന് പറയുന്ന മൂന്നാമത്തെ ആയത്തിലും അതിനെ തുടർന്നും പറയുന്ന കാര്യങ്ങൾക്കുള്ള സാക്ഷ്യമായിട്ട്, അതിനുള്ള സത്യപ്പെടുത്തലായിട്ട്, അതിനുള്ള ഒരു ഹസമായിട്ടാണ് ഇവിടെ ഈ തെളിമയുള്ള വേദഗ്രന്ഥത്തെ അള്ളാഹു ഉയർത്തി കാണിക്കുന്നത്. രണ്ടക്ഷരങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കിതാബിന്റെ ദൈവികതയെ, അതിന്റെ പൂർണ്ണതയെ, അതിന്റെ ന്യൂനതയില്ലായ്കയെ വ്യക്തമാക്കിയതിനെ തുടർന്ന് ഈ തെളിമയുള്ള
എന്ന് പറഞ്ഞ ആശയപരമായ വളരെ കൃത്യതയും അതുപോലെ തന്നെ അതിന്റെ ആശയപരമായ തെളിമയുമുള്ള ഈ ഗ്രന്ഥം, അതിന്റെ തെളിമ എങ്ങനെയാണ്, മുബീനാവുന്നത് എങ്ങനെയാണ് എന്നത് നമുക്ക് പല ആംഗിളിലും അതിനെ സമീപിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെ സാധ്യതയുണ്ട്. ഏറ്റവും തെളിമയുള്ള ജീവിത ദർശനം നൽകുന്നു എന്നതാണ് ഈ കിതാബ് അൽ മുബീൻ ആവുന്നതിനുള്ള ഒരു ന്യായം. അതില് യാതൊരു വക്രതയും വളച്ചുകെട്ടലും ഒന്നുമില്ല. വളരെ കൃത്യതയുള്ള സത്യാധിഷ്ഠിതമായ ജീവിത ദർശനമാണ് അത് മുന്നോട്ട് വെക്കുന്നത്. ഭാഷാപരമായോ ആശയപരമായോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിലക്കുള്ള ഒരു കൃത്രിമത്വമോ അല്ലെങ്കിൽ അവ്യക്തതയോ ദുർഗ്രാഹ്യതയോ ഒന്നും അടങ്ങിയിട്ടില്ലാത്ത വളരെ തെളിമയുള്ള ആശയം മുന്നോട്ട് വെക്കുന്ന, വളരെ തെളിഞ്ഞ ഭാഷയിൽ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഈ ഗ്രന്ഥമാണ് സത്യം എന്നാണ് ഇവിടെ അള്ളാഹു ഒരു ശപഥ രൂപത്തിൽ പറയുന്നത്. അപ്പോ ആശയപരമായ അവ്യക്തത അല്ല, മറിച്ച് ലോകത്തൊരു ഫുർഖാനായിക്കൊണ്ടാണ്, സത്യവും അസത്യവും കൃത്യതയോടുകൂടി വേർപെടുത്തി കാണിക്കുന്ന ഒരു കാറ്റലിസ്റ്റ് ആയിക്കൊണ്ടാണ് ഖുർആൻ നിലകൊള്ളുന്നത്. ഖുർആൻ അതിന്റെ ആശയം നമ്മുടെ മുന്നിൽ സമർപ്പിക്കുന്നതോടെ കാര്യങ്ങളിൽ രാവും പകലും പോലെ വ്യക്തത വരികയാണ്. ശരിയേത്, തെറ്റേത്, നന്മയേത്, തിന്മയേത്, സത്യമേത്, അസത്യമേത് തുടങ്ങിയിട്ടുള്ള നമ്മുടെ ബൈനറീസിന്റെ കാര്യത്തില് വളരെ കൃത്യമായ ഒരു വ്യക്തത പകർന്നു നൽകപ്പെടുന്നു, അല്ലെങ്കിൽ ഈ ആയാത്തുകൾ നൽകുന്നു എന്നതാണ് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങളിലൊന്ന്. ഇത് മുബീനായ കിതാബാണ്, അൽ മുബീനാണ്, അൽ കിതാബുൽ മുബീൻ ആണിത്. അതുകൊണ്ട് ആ അൽ കിതാബുൽ മുബീൻ കാര്യങ്ങളിൽ തെളിമയുണ്ടാക്കി തരുന്ന, കാര്യങ്ങളിൽ ഒരു വ്യക്തത പകർന്നു തരുന്ന, സകല വിഷയങ്ങളിലും അവ്യക്തത വകഞ്ഞു മാറ്റുന്ന ഈ ഗ്രന്ഥം, അങ്ങനെയുള്ള ദൈവിക വേദഗ്രന്ഥത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു തുടർന്ന് കാര്യം പറയുന്നത്. ഇന്നാ ജഅൽനാഹു ഖുർആനൻ അറബിയ്യ, നിശ്ചയമായിട്ടും നാം ഇതിനെ അറബി ഭാഷയിലുള്ള ഒരു പാരായണമാക്കിയിരിക്കുന്നു, അറബി ഭാഷയിലുള്ള ഖുർആൻ ആക്കിയിരിക്കുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഖുർആൻ എന്നത് ഈ അവതരിപ്പിക്കപ്പെടുന്ന വാക്യങ്ങളുടെ പേരായിട്ട് പരിഗണിക്കാം, അല്ലെങ്കിൽ അതിന്റെ സ്വഭാവത്തെയോ നേച്ചറിനെയോ ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു പദമായിട്ടും മനസ്സിലാക്കാം. ഇന്നാ ജഅൽനാഹു, നിശ്ചയമായിട്ടും നാം അതിനെ ചെയ്തിരിക്കുന്നു, അതിനെ ആക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് ഒരു എന്തെങ്കിലും മേൽവിലാസമില്ലാത്ത അനോണിമിറ്റി അനുഭവിക്കുന്ന ഒരു വാക്യങ്ങളുടെ സമുച്ചയമല്ല, മറിച്ച് ഇതിന് ഒരു ഓഥർ ഉണ്ട്. ഒരു ആധികാരികമായിട്ട് തന്നെ ഈ വാക്യങ്ങളുടെ ഉടമസ്ഥൻ ആരാണ് എന്നത് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ. അതാണ് അള്ളാഹുവിന്റെ ഇന്ന എന്ന പ്രയോഗത്തിൽ തന്നെ വെളിപ്പെടുന്നത്. നിശ്ചയമായിട്ടും നാം, അള്ളാഹുവാണ് ഇത് പറയുന്നത്. ആ വ്യക്തതയോടുകൂടി ഇത് അനാഥത്വം അനുഭവിക്കുന്നതോ അല്ലെങ്കിൽ ഇതിന്റെ ഉടമസ്ഥൻ ആര് എന്നത് വ്യക്തമാക്കപ്പെടാത്തതോ, അനോണിമിറ്റി ഏതെങ്കിലും നിലക്ക് ഇതിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ഇതിന്റെ രചയിതാവ് ആര് എന്നത് വെളിപ്പെടുത്തപ്പെടാത്ത വിധത്തിലുള്ളതോ അല്ല. ഇതിന് ഒരു ഓതർഷിപ്പ് വളരെ വ്യക്തമായിട്ടും ഇവിടെ സ്റ്റേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന ജഅൽനാഹു, നിശ്ചയമായിട്ടും നാം ഇതിനെ ആക്കിയിരിക്കുന്നു, ഖുർആനൻ അറബിയ്യ, അറബി ഭാഷയിലുള്ള ഒരു ഖുർആൻ, അറബി ഭാഷയിലുള്ള ഒരു പാരായണമായിട്ടാണ് നാം ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രചിച്ചതായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്ന ആരെങ്കിലും രചിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നൽകിയതായിട്ടോ ഒന്നുമുള്ള ആഖ്യാനങ്ങൾക്ക് പ്രസക്തിയില്ല. അങ്ങനെയുള്ള നരേറ്റീവ്സിന് യാതൊരു പ്രാധാന്യവും യാതൊരു പ്രസക്തിയുമില്ല ഈ
ഗ്രന്ഥം വളരെ സുവ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്ന ഒരു കാര്യം. അള്ളാഹു വ്യക്തമായിട്ട് ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ഫോമിൽ തന്നെ പറയുകയാണ്. നിശ്ചയമായിട്ടും ഈ വെളിപാടുകളെ നാം അറബി ഭാഷയിലുള്ള ഒരു പാരായണമാക്കിയിരിക്കുന്നു എന്ന്. ഇത് ഖുർആനാണ്, പാരായണം ചെയ്യപ്പെടുന്നതാണ്. പാരായണമാണ് അതിന്റെ ശൈലിയും സ്വഭാവവും ഒക്കെ തന്നെ. അത് കേവല വായന എന്നതിനപ്പുറത്തേക്ക് നിരന്തരമായി പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കാനുള്ളതാണ്. അത് തീർച്ചയായിട്ടും നാം നിർവഹിച്ചിരിക്കുന്ന, നാം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. നാം എന്താണ് അതിന്റെ കാര്യത്തിൽ ചെയ്തതായിട്ട് ഇവിടെ പറയുന്നത്? ഖുർആനൻ അറബിയ, അറബി ഭാഷയിലുള്ള ഒരു പാരായണമായിട്ടാണ് നാം അതിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ആരാണ് എന്നത് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നു. അതിന്റെ പ്രകൃതം എന്താണ് എന്നത് വ്യക്തമാക്കപ്പെടുന്നു. അത് ഏത് ഭാഷയിലാണ് വിവരിക്കപ്പെട്ടിരിക്കുന്നത് എന്നതും വ്യക്തമാക്കപ്പെടുന്നു. എന്തിനു വേണ്ടി ഈ വിധത്തിൽ അത് നിർവഹിക്കപ്പെട്ടിരിക്കുന്നു എന്നതും ഇതേ ആയത്തിൽ തുടർന്ന് പറയുന്നു. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ഇതിനെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കുന്നവരാകുന്നതിന് വേണ്ടിയാണ്. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് വേണ്ടിയാണ്. മക്കയിലെ അഭിസംബോധിതരായ ആളുകളെ, വിശുദ്ധ ഖുർആന്റെ ആദ്യ തലമുറയിലെ അനുവാചകരെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾക്കിത് ബോധ്യപ്പെടാൻ, നിങ്ങളാണല്ലോ ഇതിന്റെ ആദ്യമായി അഭിസംബോധന ചെയ്യപ്പെടുന്ന കൂട്ടര്. അപ്പൊ നിങ്ങൾക്കിത് അഖല് കൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിന് വേണ്ടിയാണ് ഇത് നിങ്ങളുടെ ഭാഷയിൽ, അറബി ഭാഷയിൽ നാം തയ്യാറാക്കിയിട്ടുള്ളത്. ഇതാണ് ഖുർആൻ പറയുന്നത്. ആദ്യ തലമുറക്ക് തന്നെ ഗ്രഹിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ഭാഷയിലാണ് ഇത് രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. വിശുദ്ധ ഖുർആന്റെ ഭാഷ അറബിയാണ്. എന്തുകൊണ്ട് അറബിയായി എന്നത് സംബന്ധമായിട്ടൊക്കെയുള്ള സൂചനകൾ പിന്നിട്ട സൂറത്തുകളിലെ പല ആയത്തുകളിലും നമ്മൾ കാണുകയുണ്ടായി. നമ്മളതിന് വളരെ ഫലപ്രദമായ വിശദീകരണങ്ങളും കണ്ടെത്തുകയുണ്ടായി. എന്തുകൊണ്ട് അറബി ഭാഷയിൽ, എന്തുകൊണ്ട് അറബിയായ പ്രവാചകൻ, എന്തുകൊണ്ട് മക്കയിൽ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചതാണ് പിന്നിട്ട ആയത്തുകളുടെ പശ്ചാത്തലങ്ങളിലായിട്ട്. അപ്പൊ ഇവിടെ അള്ളാഹു അതേക്കുറിച്ച് വീണ്ടും ഒരു പരാമർശം നടത്തുന്നത് മക്കയിലെ ആളുകളെ തട്ടിയുണർത്തുന്ന വിധത്തിൽ പറയുന്നത്, നിശ്ചയമായിട്ടും നാം ഇതിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അറബി ഭാഷയിലുള്ള ഒരു പാരായണം എന്ന നിലക്കാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ലഅല്ലക്കും തഅഖിലൂൻ, അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാകാൻ വേണ്ടിയാണ്. നിങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കണം, നിങ്ങൾക്കത് കഴിയണം. അതിനു വേണ്ടിയാണ് അറബി ഭാഷയിലുള്ള ഒരു പാരായണമായി, തെളിമയുള്ള ഒരു വേദമായിട്ട് അള്ളാഹു ഇതിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോ അള്ളാഹു നേരിട്ട് ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ ഫോമിൽ സംസാരിക്കുന്ന ഒരു ശൈലിയിലാണ് ഇവിടെ കാര്യങ്ങൾ വിവരിക്കപ്പെടുന്നത്. ഇന്നഹു, എന്നിട്ട് അള്ളാഹു ഈ കിതാബിനെ തന്നെ അതിന്റെ ആധികാരികതയെ, അതിന്റെ തെളിമയെ, അതിന്റെ ദൈവികതയെ ഒക്കെ ബോധ്യപ്പെടുത്തുന്ന വിധത്തില് ഒരു കാര്യം തുറന്നു പറയുകയാണ്. വൈന്നഹു, നിശ്ചയമായിട്ടും ഇത്, ഈ ഗ്രന്ഥം, ഈ കിതാബ്, ഫി ഉമ്മിൽ കിതാബ്, അത് മൂലവേദത്തിലുള്ളത് തന്നെയാണ്. നിശ്ചയമായിട്ടും ഇത് ഉമ്മുൽ കിതാബില് ഉള്ളതാണ്, സ്ഥിരപ്പെട്ടതാണ്. അപ്പൊ ഇത് എന്തെങ്കിലും ആധികാരികതയില്ലാത്തതോ പൂർവിക കാലങ്ങളിലുള്ളവർക്ക് അപരിചിതമായതോ ഒന്നുമല്ല. നേരത്തെ പല ചരിത്ര ഘട്ടങ്ങളിലുമായിട്ട് പ്രവാചകന്മാർ മുഖേന നൽകപ്പെട്ടിട്ടുള്ള, മനുഷ്യരാശിയിലേക്ക് എത്തിക്കപ്പെട്ടിട്ടുള്ള ദൈവിക വെളിപ്പാടുകളുണ്ട്. അത്തരം ദൈവിക വെളിപ്പാടുകൾ അടങ്ങിയ വേദങ്ങളുടെ അതേ സ്രോതസ്സിൽ നിന്ന് തന്നെയാണ് ഈ ഖുർആൻ, അറബി ഭാഷയിലുള്ള ഈ ഖുർആനും അവതരിപ്പിക്കപ്പെടുന്നത് എന്നതാണ് വ്യക്തമാക്കപ്പെടുന്ന കാര്യം. ഇത്
പൂർവിക വേദങ്ങളൊക്കെ ഏത് ഉമ്മുൽ കിതാബിൽ നിന്ന്, ഏത് മൂല വേദത്തിൽ നിന്നാണ് അവതരിപ്പിക്കപ്പെടുകയുണ്ടായിട്ടുള്ളത്, അതേ സ്രോതസ്സിൽ നിന്ന് തന്നെയാണ് ഈ ദൈവിക വെളിപ്പാടുകളും അവതരിപ്പിക്കപ്പെടുന്നത്. വൈന്നഹു ഫി ഉമ്മിൽ കിതാബ്, ഇത് ഉമ്മുൽ കിതാബിൽ ഉള്ളത് തന്നെയാണ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കത്തിലോ പല ഘട്ടങ്ങളിൽ ദൈവിക വെളിപ്പാടുകൾ ഉണ്ടായപ്പോഴോ ഒക്കെ തന്നെയും ഇല്ലാതിരുന്ന ഒരു സംഗതിയല്ല ഇത്. ഇതന്നും ഉണ്ട്. ഉമ്മുൽ കിതാബിൽ നേരത്തെ തന്നെ മനുഷ്യരാശിക്കുള്ള ദൈവിക സന്ദേശം എന്ന നിലയ്ക്ക് സ്ഥിരപ്പെട്ട കഴിഞ്ഞ ഉമ്മുൽ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടിരുന്ന ഒരു സംഗതിയാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്ന ഈ അറബി ഭാഷയിലുള്ള ഖുർആൻ എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. ഉമ്മുൽ കിതാബ് എന്നത് അള്ളാഹുവിന്റെ സകല കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു മൂല വേദഗ്രന്ഥത്തിന് അല്ലെങ്കിൽ മൂലകൃതിയെ പരാമർശിച്ചുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്. ഈ പദം ഉമ്മ് എന്ന് പറഞ്ഞ കേന്ദ്രമെന്നോ മൂലം എന്നൊക്കെ പറയാവുന്ന ഒരു പദമാണ്. അപ്പോ മൂലഗ്രന്ഥത്തിലുള്ള, അതിൽ നേരത്തെ തന്നെ രേഖപ്പെട്ട് കിടക്കുന്ന ഒരു ദൈവിക വെളിപ്പാടാണ് ഇപ്പോ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. വിശുദ്ധ ഖുർആനിൽ ഈ ആശയം പല രൂപത്തിലും ഖുർആൻ പരാമർശിക്കുന്ന കാണാം. ഉമ്മുൽ കിതാബ് എന്നതാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളതെങ്കിൽ മറ്റൊരിടത്ത് ഇത് സൂറത്തുൽ വാഖിയയിൽ കിതാബും മഖ്നൂൻ, വളരെ ഗോപ്യമായും സുരക്ഷിതമായും സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു കിതാബ് എന്ന നിലക്ക് വിശുദ്ധ ഖുർആൻ ഏതൊരു സ്രോതസ്സിലാണോ സുരക്ഷിതമായി സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അതിനെ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ സൂറത്തുൽ വാഖിയയില് ഈ ഉമ്മുൽ കിതാബ് എന്ന ആശയത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച പ്രയോഗം കിതാബും മഖ്നൂൻ എന്നാണ്. കിതാബുൻ മഖ്നൂൻ. സൂറത്തുൽ ബുറൂജിൽ അതിനെ ലൗഹിൽ മഹ്ഫൂൽ എന്നാണ് ഉപയോഗിച്ചത്. ലൗഹ് എന്ന് പറഞ്ഞ ഫലകം എന്നാണ് അർത്ഥം. ഇംഗ്ലീഷിലെ ഡിസ്ക് എന്ന് പറയാം. മഹ്ഫൂൽ എന്ന് പറഞ്ഞാൽ ഗാർഡഡ്, പ്രൊട്ടക്റ്റഡ് എന്നൊക്കെയാണ്, സുരക്ഷിതമായി വയ്ക്കപ്പെട്ട എന്നുള്ള അർത്ഥത്തിൽ. അപ്പോ നമ്മുടെ പുതിയ കാലത്തെ അല്ലെങ്കിൽ പിന്നിട്ട 1-2 ദശകങ്ങളിലെങ്കിലും നമുക്ക് പരിചയമുള്ള ചില റെക്കോർഡിംഗ് സംവിധാനങ്ങൾ പരിഗണിക്കുമ്പോൾ അന്ന് നമ്മൾ കോമ്പാക്ട് ഡിസ്ക്, CD പോലെയുള്ള പദങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നല്ലോ. അപ്പൊ അത്തരം ഒരു ആലേഖന സംവിധാനത്തിന്റെ ആ സാങ്കേതിക സ്വഭാവത്തെ സൂചിപ്പിക്കുന്നത് പോലെയുള്ള ഒരു പ്രയോഗമാണിത്. ലൗഹുൽ മഹ്ഫൂസ്, അള്ളാഹുവിന്റെ അടുക്കൽ സകല സുപ്രധാനമായ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കുന്ന ഒരു ഫലകമുണ്ട്. ആ ഫലകമാണ് ലൗഹുൽ മഹ്ഫൂസ്. അതിന് ആധുനിക വിവര സാങ്കേതിക വിദ്യയുടെ പശ്ചാത്തലത്തിൽ ഉപയോഗിക്കുന്ന പല പദങ്ങളോടും അതിനെ നമുക്ക് താരതമ്യം ചെയ്യാനൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. നമുക്ക് കോമ്പാക്ട് ഡിസ്ക് അറിയാം. അതിന്റെ മുമ്പ് ഉണ്ടായിരുന്ന വേറെയും ചില രൂപങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ പേരുകളൊക്കെ ഞാൻ മറന്നുപോയി ഇപ്പോ. കാരണം അതൊന്നും ആവശ്യമില്ലാത്ത വിധത്തില് ഇപ്പോ ക്ലൗഡ് സ്റ്റോറിങ്ങും അതുപോലെയുള്ള ഗൂഗിൾ ഡ്രൈവ് പോലെയുള്ള സൈബർ സ്പേസിലെ രേഖകൾ സൂക്ഷിക്കുന്ന സംവിധാനങ്ങളൊക്കെ വന്നതോടുകൂടി ഈ എക്സ്റ്റേണൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ സംഗതികളൊന്നും വേണ്ടാത്ത വിധത്തില് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എന്തായാലും അള്ളാഹുവിന്റെ ഒരു ഫലകം സകലതും രേഖപ്പെടുത്തുന്ന അവന്റെ വേദഗ്രന്ഥങ്ങളൊക്കെയും ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയെയാണ് ഉമ്മുൽ കിതാബ് എന്നിവിടെ പരാമർശിച്ചത്. അതുപോലെ കിതാബുൻ മഖ്നൂൻ എന്ന വിധത്തിൽ പരാമർശിക്കപ്പെട്ടത് സൂറത്തുൽ ബുറൂജില് ലൗഹുൽ മഹ്ഫൂൽ എന്ന വിധത്തില് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ഇതുപോലെ തന്നെ വേറെയും ചില പ്രയോഗങ്ങൾ, ഉദാഹരണത്തിന് സൂറത്ത് ശുഅറാഇല് ഇതിനെ പരാമർശിച്ചുകൊണ്ട് വൈന്നഹു ലഫീ സുബുരിൽ അവ്വലീൻ എന്നുള്ള ഒരു പ്രയോഗവും കാണാൻ കഴിയും. പൂർവിക തലമുറകളുടെ അല്ലെങ്കിൽ പൂർവികരുടെ ഏടുകളിൽ ഉള്ളതാണ് ഇത് എന്ന വിധത്തിൽ പരാമർശിക്കും. അപ്പോ വ്യത്യസ്തങ്ങളായ രൂപത്തില് അള്ളാഹു തന്റെ മനുഷ്യരാശിക്കായി നൽകപ്പെടുന്ന സന്ദേശത്തിന്റെ ലിഖിത അല്ലെങ്കിൽ അതിന്റെ
ആഖ്യാന രൂപം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആ സ്രോതസ്സിനെ പരാമർശിക്കുകയാണ്. അപ്പൊ ഇന്നഹു ഫി ഉമ്മിൽ കിതാബി ലദൈന ലഅലിയ്യുൻ ഹകീം എന്നിട്ട് പറയുന്നത്, തീർച്ചയായിട്ടും ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന ഖുർആൻ വാക്യങ്ങൾ ഉണ്ടല്ലോ, അത് അറബി ഭാഷയിലുള്ള ഈ പാരായണം തീർച്ചയായിട്ടും ഭാഷയും സംസ്കാരവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്വഭാവവും ഘടനയും ഒക്കെ അതിനുണ്ടാകും. ഏത് ഭാഷയിലാണോ ദൈവിക സന്ദേശം അവതരിപ്പിക്കപ്പെടുന്നത് ആ ഭാഷക്കും ആ ഭാഷയുടെ സംസ്കാരത്തിനും ഒക്കെ ചില നിർണയങ്ങൾ അതിലുണ്ടാകും എന്നതിൽ സംശയമൊന്നുമില്ല. അപ്പോ ആ നിർണയങ്ങളും പ്രത്യേകതകളും ഒക്കെ ഉള്ള വിധത്തിൽ തന്നെയാണെങ്കിലും ഇത് ദൈവിക മൂല വേദഗ്രന്ഥത്തില് രേഖപ്പെട്ട് കിടക്കുന്ന കാര്യം തന്നെയാണിത്. നേരത്തെ തന്നെ അള്ളാഹു ആ നിലക്ക് അതിനെ സംവിധാനിച്ചിട്ടുണ്ടായിരുന്നു, ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നതാണ് സൂചന. അപ്പൊ ഇത് ഉമ്മുൽ കിതാബില് നേരത്തെ തന്നെ സ്ഥിരപ്പെട്ട സംഗതിയാണ്. ഇനി ആ ഉമ്മുൽ കിതാബും അതില് അടങ്ങിയിട്ടുള്ള ഈ ഖുർആന്റെ വാക്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അടങ്ങിയിട്ടുള്ള ഉമ്മുൽ കിതാബ് അതിന്റെ സ്റ്റേറ്റസ് എന്താണ്? അതാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്, ലദൈന ലഅലിയ്യുൻ ഹകീം. അത് വളരെയേറെ ഔന്നത്യമുള്ള ഒരു സംഗതിയാണ് നമ്മുടെ അടുക്കൽ. ലദൈന എന്ന് പറഞ്ഞ നമ്മുടെ അടുക്കൽ അതെന്താണ്? അതിന്റെ പ്രാധാന്യം എന്താണ്? അലിയുൻ, അത് അത്യുന്നതമാണ്, വലിയ ഔന്നത്യമുള്ള ഒരു സംഗതിയാണ് ഈ ഉമ്മുൽ കിതാബ്. അല്ലെങ്കിൽ ഉമ്മുൽ കിതാബില് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഈ ഖുർആനുൻ അറബിയുൻ എന്ന വിവരണത്തിന്റെ സൂചനയിൽ വരുന്ന ദൈവിക വെളിപ്പാടുകൾ, ഇതൊക്കെയും തന്നെ അത് നമ്മുടെ അടുക്കൽ വളരെ ഉന്നതമായതാണ്, ഔന്നത്യം കൽപ്പിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. ലദൈന ലഅലിയ്യുൻ, മാത്രവുമല്ല അത് ഹക്കീമുമാണ്, സാരസമ്പുഷ്ടമായ ആശയപരമായ സുഭദ്രതയുള്ള ഏറ്റവും വലിയ വിസ്ഡം അടങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയ ജ്ഞാന സമ്പത്ത് അടങ്ങിയിട്ടുള്ള ദൈവിക വാക്യങ്ങളാണ് ഈ സമുന്നതമായ വിധത്തില് ഉമ്മുൽ കിതാബില് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈ സംഗതികൾ. അപ്പോ അത് ഒരു നിസ്സാരമായ ലളിതമായ ആളുകൾക്ക് വളരെ സ്ലൈറ്റ് ചെയ്തുകൊണ്ട് പരാമർശിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. നമ്മുടെ അടുക്കൽ തന്നെ അതിന് വലിയ ഔന്നത്യവും പ്രാധാന്യവും ഒക്കെയാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യരാശിയാണ് അതിന്റെ പ്രയോജനം നേടുന്നവരെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യർക്ക് അത് വളരെ അമൂല്യമായിട്ട് അനുഭവപ്പെടും. അത് വളരെ ഉന്നതമാണ്, ഔന്നത്യമുള്ളതാണ്, അലിയാണ്. അപ്പോ ലദൈന ലഅലിയ്യുൻ ഹകീം, അതില് കളിതമാശകളോ അല്ലെങ്കിൽ വ്യർത്ഥ വർത്തമാനങ്ങളോ അല്ല ഉള്ളത്. അത് ഹിക്മത്ത് നിറഞ്ഞതാണ്. വലിയ സാരസമ്പുഷ്ടമായ കാര്യങ്ങള് ഉൾച്ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു വെളിപ്പാടിന്റെ സമാഹാരമാണ് ഈ ഉമ്മുൽ കിതാബിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈ അറബി ഭാഷയിലുള്ള ഖുർആൻ. ഇതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് അതിനാരും നിസ്സാരമായിട്ട് ലളിതമായിട്ട് പ്രാധാന്യം കുറഞ്ഞ എന്തെങ്കിലും കാര്യമായിട്ട് കാണണ്ട. അള്ളാഹുവിന്റെ അടുക്കല് അത്യുന്നതമായ വലിയ ഔന്നത്യമുള്ളതും സാരസമ്പുഷ്ടതയും ജ്ഞാനപരമായ പൂർണതയുള്ളതുമായ കാര്യങ്ങളാണ് അതിലുള്ളത്. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, ഈ ആളുകൾ, മക്കയിലെ ശത്രുപക്ഷത്ത് നിലകൊള്ളുന്ന ആളുകൾ വിശുദ്ധ ഖുർആന്റെ അവതരണത്തിനോട് അതിന്റെ ആയാത്തുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രയത്നത്തോടൊക്കെ വലിയ അസഹിഷ്ണുത കാണിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ പുതിയ ആയത്ത് കേൾപ്പിക്കപ്പെടുമ്പോഴും അവര് വിറളി പിടിക്കുകയാണ്. ഈ സംഗതി ഒന്ന് ഇല്ലാതായി കിട്ടിയിരുന്നെങ്കിൽ എന്ന നിലക്കാണ് അവരുടെ പ്രതികരണം. അതൊന്ന് അവസാനിപ്പിച്ച് കിട്ടാൻ വേണ്ടിയുള്ള സകല തന്ത്രങ്ങളും അവര് പ്രയോഗിച്ചു നോക്കുന്നുണ്ട്. ഈ വെളിപ്പാടുകളുടെ അവതരണം ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്ന നിലക്ക്, അത് അവരെ കേൾപ്പിക്കുന്നതെങ്കിലും ഇല്ലാതെയായി കിട്ടിയാൽ ഏറെ നന്നായിരുന്നു എന്ന നിലക്കുള്ള പ്രതികരണമാണ് അവർ നൽകിക്കൊണ്ടിരുന്നത്. അപ്പോ ആ ഒരു പ്രതികരണത്തെ സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു ഇവിടെ പറയുകയാണ്, അഫനളരിബു അൻകുമുദ്ദിക്റ, ഈ ഉത്ബോധനം നാം അവരിലേക്ക് പകർന്നു നൽകപ്പെടുന്നതിനെ
ഇല്ലാതാക്കി കളയും, അവസാനിപ്പിച്ചു കളയും, അതിനെ തട്ടിത്തെറിപ്പിച്ചു കളയും, അല്ലെങ്കിൽ അതിനെ നിർത്തിക്കളയും എന്നാണോ അവര് സങ്കല്പിക്കുന്നത്? അത് നാം അതിനെ അവസാനിപ്പിച്ചു കളയും എന്നതാണോ? അഫനബരിബു അൻകും, നിങ്ങളിൽ നിന്ന് നാം ഇത് അവസാനിപ്പിച്ചു കളയും, അല്ലെങ്കിൽ അത് തട്ടിത്തെറിപ്പിച്ചു കളയും, ഇല്ലാതാക്കി കളയും. എന്താണ് അദ്ദിക്റ? ഈ ദിക്റിന്, ഇത് മനുഷ്യരാശിക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഉത്ബോധനമാണ്, കാര്യങ്ങളെ ഉണർത്തലാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനെ ഇവിടെ ദിക്ർ എന്ന പേര് നൽകിക്കൊണ്ട് വിളിക്കുന്നത്. അപ്പൊ ഈ ദിക്ർ അവതരിപ്പിക്കുന്ന ഈ നമ്മുടെ ദൗത്യം നാം അങ്ങ് അവസാനിപ്പിച്ചു കളയും എന്നാണോ ഇവരുടെ ധാരണ? ഇതാണ് ചോദ്യം. അഫനദരിബു അൻകുമുദ്ദിക്റ, നാം നിങ്ങളിൽ നിന്ന് ഈ ദിക്റിന്റെ അവതരണത്തെ നിർത്തിവെച്ചു കളയും എന്നാണോ? സഫഹൻ, എന്തിന്റെ പേരിലാണ്? നാം അല്പം പ്രകോപിതനായിക്കൊണ്ട്, നാം അല്പം അവഗണന തീരുമാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെ കൈയൊഴിയാമെന്ന ഒരു തീരുമാനത്തോടെ നാം ഇതങ്ങ് അവസാനിപ്പിച്ചു കളയും എന്നാണോ? ഇതാണ് ചോദ്യം. എന്തിന്റെ പേരിലാണ് ഇവരെ കൈയൊഴിയുന്ന ഒരു കാര്യം വരുന്നത്? ഇവരെ കൈയൊഴിയുന്ന വിധത്തില് അവരോട് അള്ളാഹു പ്രകോപിതനായിട്ടുണ്ടാവാൻ ഇടയുള്ളത് എന്തിന്റെ പേരിലാണ്? അൻകുന്തും ഖൗമം മുസ്രിഫീൻ, നിങ്ങള് എല്ലാ അതിർവരമ്പുകളെയും കാറ്റിൽ പറത്തിയ ഒരു സമൂഹമായി മാറി എന്നതിനാൽ നിങ്ങളെ കൈവിടുന്ന വിധത്തില് നാം ഈ വേദഗ്രന്ഥം അവതരിപ്പിക്കുന്നത് അവസാനിപ്പിച്ചു കളയുമെന്നാണോ? അങ്ങനെയല്ല, ഒരിക്കലും അള്ളാഹു അത് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ എങ്ങനെ തന്നെ പ്രതികൂലമായി പ്രതികരിച്ചാലും നാം മനുഷ്യരാശിക്കായുള്ള ഈ മാർഗദർശനം അടങ്ങിയ ഗ്രന്ഥം അത് അവതരിപ്പിച്ച് പൂർത്തിയാക്കുക തന്നെ ചെയ്യും എന്നതാണ് പരോക്ഷമായിട്ട് ഖുർആൻ ഇവിടെ പറയുന്ന കാര്യം, അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്ന കാര്യം. അഫനദരിബു അൻകുമുദ്ദിക്റ സഫഹൻ അൻ കുന്തും ഖൗമൻ മുസ്രിഫീൻ, നിങ്ങൾ വലിയ അതിര് കവിഞ്ഞ ഇസ്രാഫ് പ്രവർത്തനങ്ങളിൽ കാണിക്കുന്ന ഒരു ഖൗമായി, ഒരു ജനതയായിട്ടാണ് നിലകൊള്ളുന്നത് എന്നതിന്റെ പേരിൽ നിങ്ങളോട് ക്ഷോഭിച്ചുകൊണ്ട് നാം ഈ ദിക്റിന്റെ അവതരണത്തെ അങ്ങ് നിർത്തിക്കളയുമെന്നോ? ഇതാണോ നിങ്ങൾ കരുതുന്നത്? എന്നാൽ കേട്ടോളൂ, വകം അർസൽനാ മിൻ നബിയ്യിൻ ഫിൽ അവ്വലീൻ, നിങ്ങളുടെയൊക്കെ മുന്നേ വന്ന ഒരുപാട് സമൂഹങ്ങൾ ഉണ്ടല്ലോ, പൂർവിക സമൂഹങ്ങൾ. അവ്വലുകൾ എന്ന് പറയുന്നത് ഖുർആൻ അവരെ കുറിച്ചാണ്. അവ്വലൂൻ എന്ന് പറഞ്ഞാൽ പൂർവികരാണ്, ആദ്യകാലങ്ങളിൽ ജീവിച്ചിരുന്നവർ. അപ്പൊ ആദ്യകാലങ്ങളിൽ ജീവിച്ചിരുന്ന പൂർവിക സമൂഹങ്ങളിലേക്കായിട്ട് നാം എത്ര ദൂതന്മാരെ അയക്കുകയുണ്ടായിട്ടുണ്ട്. വകം അർസൽനാ മിൻ നബിയ്യിൻ, എത്ര നബിമാരെ നാം പൂർവികർക്കിടയിലായിട്ട് നിയോഗിച്ചയക്കുകയുണ്ടായി. വമാ യഅ്തീഹിം മിൻ നബിയ്യിൻ, ഒരു നബിയും അവരിലേക്ക് വരികയുണ്ടായിട്ടില്ല. ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, അവര് ആ നബിമാരെ പരിഹസിക്കുന്നവരായിക്കൊണ്ടല്ലാതെ. ഇപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹാസങ്ങൾക്ക് ഇരയാകുന്നു, അതുപോലെ അധിക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു, ലക്ഷ്യമിട്ട് അക്രമത്തിന് ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും പുതിയൊരു കാര്യമൊന്നുമല്ല. പൂർവിക സമൂഹങ്ങളിലേക്ക് നാം വേദങ്ങളുമായി ദൂതന്മാരെ അയക്കുകയുണ്ടായിട്ടുണ്ട്. ആ ദൂതന്മാര് വന്ന ഘട്ടങ്ങളിലൊക്കെയും തന്നെ അവര് പരിഹസിക്കപ്പെടുക തന്നെയായിരുന്നു ഉണ്ടായത്. വമാ യഅ്തീഹിം മിൻ നബിയ്യിൻ, അവരിലേക്ക്, പൂർവികരായ സമൂഹങ്ങളിലേക്ക് ഒരു പ്രവാചകനും കടന്നു വരികയുണ്ടായിട്ടില്ല. ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, അവര് പരിഹസിക്കപ്പെടുന്നവരായിക്കൊണ്ടല്ലാതെ, അദ്ദേഹത്തെ അവര് പരിഹസിക്കുകയായിരുന്നു എന്ന അവസ്ഥ ഉള്ള നിലക്കല്ലാതെ. ആ സമൂഹം ദൂതന്മാരിൽ ആരെയും ചുവന്ന പരവതാനി വിരിച്ചുകൊണ്ട് സ്വീകരിക്കുകയായിരുന്നില്ല ചെയ്തിട്ടുള്ളത്. ലോകത്ത് പല പ്രമുഖരും സ്വീകരിച്ച് ആനയിക്കപ്പെടുന്നത് അങ്ങനെയൊക്കെയാണല്ലോ. തലവന്മാരെ, രാഷ്ട്രപതിമാരെ,
അതുപോലെ പ്രധാനമന്ത്രിമാര്, പ്രസിഡന്റുമാരൊക്കെ സ്വീകരിക്കപ്പെടുന്നത്, ആനയിക്കപ്പെടുന്നത് അങ്ങനെ ചുവന്ന പരവതാനി വിരിച്ച് അവർക്ക് റെഡ് കാർപ്പറ്റ് വെൽക്കം നൽകപ്പെട്ടുകൊണ്ടാണ്. എന്നാൽ പ്രവാചകന്മാരിൽ ഒരാൾ പോലും അങ്ങനെ സ്വീകരിച്ച് ആനയിക്കപ്പെട്ട ആളായിട്ടില്ല. അവരൊക്കെയും തന്നെ എതിർപ്പുകളെയും അതുപോലെ തന്നെ ശത്രുതയും ഒക്കെ നേരിട്ടവരായിട്ടാണ് ഉണ്ടായിരുന്നതെന്ന് മാത്രമല്ല, അവരോരോരുത്തരും തന്നെ അവർ നിർവഹിച്ചുകൊണ്ടിരുന്ന ദൗത്യത്തിന്റെ പേരിൽ പരിഹാസത്തിന് ഇരയാവുകയായിരുന്നു. ആ നാട്ടുകാര്, ബന്ധപ്പെട്ട തലമുറ, സമൂഹം അവരെ പരിഹസിക്കുകയായിരുന്നു. ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. അവര് നിർവഹിച്ചുകൊണ്ടിരുന്ന ദൗത്യത്തിന്റെ പേരിൽ ആ നാട്ടുകാർ, ആ സമൂഹം അവരെ പരിഹസിക്കുന്നവരായി രംഗത്തു വന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിടുന്ന സാഹചര്യവും വെല്ലുവിളിയും അത് തന്നെയാണ്, അതുപോലെയുള്ളതാണ്. അഹ്ലക്ന, അങ്ങനെ നാം അവരെ, അവരുടെ പരിഹാസം എല്ലാ പരിധിയും വിട്ടു പോയപ്പോ എന്ത് ചെയ്തു? അഹ്ലക്ന, നാം നശിപ്പിക്കുകയുണ്ടായി. അശദ്ദ മിൻഹും, ഇപ്പോ ഈ ഞെളിയുന്ന ആളുകളുണ്ടല്ലോ, അവരെക്കാളൊക്കെ ശക്തന്മാരായ പലരെയും മക്കയിലിപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുതയും എതിർപ്പും ഒക്കെ കാണിച്ചുകൊണ്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെക്കാളൊക്കെ കരുത്തന്മാരായ പലരെയും ഈ വിധത്തിൽ ധിക്കാരം കാണിച്ചതിന്റെ പേരിൽ നാം ഒടുക്കം നശിപ്പിക്കുകയായിരുന്നു. അഹ്ലക്ന, നാം നശിപ്പിച്ചു. അശദ്ദ മിൻഹും, ഇവരെക്കാളും, മക്കയിലെ ഇപ്പോ ഈ എതിർപ്പ് കാണിക്കുന്ന ആളുകളെക്കാളും ഒക്കെ ശക്തന്മാരായ ആളുകളായിരുന്നു. എന്ത് കാര്യത്തിലാണ്? ബത്തുഷിന്റെ കാര്യത്തിലാണ് അവർ അശദ്ധായിരുന്നത്. ബത്തുഷ് എന്ന് പറഞ്ഞാൽ അവരുടെ മെയ്ക്കരുത്താണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ ശക്തി, അവരുടെ സൈനിക ബലം, അവരുടെ ആൾബലം, അവരുടെ പോരാട്ടത്തിനുള്ള ശക്തി, ഇതൊക്കെ ഉണ്ടായിരുന്ന വലിയ ശക്തന്മാരായിരുന്നു അവരിൽ പലരും. അങ്ങനെയുള്ള ശക്തന്മാരെ വരെ അവര് എല്ലാ പരിധിയും ലംഘിക്കുന്ന ഘട്ടം എത്തിയപ്പോ നാം നശിപ്പിക്കുകയായിരുന്നു. മസലുൽ അവ്വലീൻ, പൂർവികരുടെ ഉദാഹരണങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. മസലുൽ അവ്വലീൻ, അള്ളാഹു വളരെ അർത്ഥഗർഭമായ ഒരു പ്രയോഗമാണ് ഇവിടെ നടത്തുന്നത്. കഴിഞ്ഞു പോയതാണ്, കഴിഞ്ഞു പോയിട്ടുണ്ട്. മസലുൽ അവ്വലീൻ, പൂർവികരുടെ ഉദാഹരണം. പൂർവികരുടെ ഇടയിൽ നിന്ന് ഈ പറഞ്ഞ കാര്യത്തിന് നിങ്ങൾക്ക് ഉദാഹരണം കാണാൻ കഴിയും. അങ്ങനെയുള്ള ഉദാഹരണം 1, 2, 3, 4 അല്ല, ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അവയൊക്കെയും ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞു പോയത് തന്നെയാണ്. അതിനി വരാനിരിക്കുന്ന കാര്യമൊന്നുമല്ല പറയുന്നത്. പിന്നിട്ട കാലത്തെ സമൂഹങ്ങളുടെ ഇതുപോലെയുള്ള അതിരുവിട്ട പ്രവർത്തനങ്ങൾ ഉണ്ടായപ്പോ ഇവരെക്കാളും കരുത്തന്മാരായിരുന്നു അവര് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ നാം അവരെ അങ്ങ് നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് എന്താണ്? മസലുൽ അവ്വലീൻ, പൂർവികരുടെ ഈ ഉദാഹരണം, ഈ സംഭവം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആന്റിസിഡന്റ്, ഇത് നടന്നിട്ടുള്ളത് പിന്നിട്ട കാലങ്ങളിലാണ്. നിങ്ങൾക്ക് നടന്ന് നോക്കാം, ചുറ്റുപാടും ചരിത്രത്തിലൂടെ ഒന്ന് കണ്ണോടിക്കാം. അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെയും തന്നെ പൂർവികരുടെ പിന്നിട്ട കാലത്തെ സംഭവങ്ങളാണ്, കഴിഞ്ഞു പോയതാണ് എന്ന്. മസലുൽ അവ്വലീൻ, പൂർവികരുടെ ഈ ഉദാഹരണം അത് നേരത്തെ സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം, ചരിത്രത്തിലൂടെ ഒന്ന് നടന്നു നോക്കാം. നിങ്ങളുടെ ചുറ്റുപാടുമായിട്ട് ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ ഒന്ന് സഞ്ചരിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇവരെക്കാളൊക്കെ കരുത്തന്മാരും ശക്തന്മാരും പലരെയും ഇതുപോലെയുള്ള ധാർഷ്ട്യവും ധിക്കാരവും അതിര് ലംഘിക്കുന്ന പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടായപ്പോ നാം അവരെ നശിപ്പിക്കുകയായിരുന്നു എന്ന കാര്യം. ഇതാണ് അള്ളാഹുവിടെ പറയുന്നത്. അപ്പോ നമ്മൾ പിന്നിട്ട ഈ 8 ആയത്തുകളിലായിട്ട് അള്ളാഹു വിശുദ്ധ ഖുർആനും അതിന്റെ അവതരണവും അതിനോടുണ്ടായ പ്രതികരണവും അത് ഏത് സ്രോതസ്സിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ് എന്ന കാര്യവും അതിന്റെ രചന ആര് നിർവഹിച്ചതാണ് എന്ന കാര്യവും അത് ലക്ഷ്യം വെക്കുന്ന
സംഗതി എന്താണ് എന്നതുമൊക്കെ വളരെ വ്യക്തമായി പ്രതിപാദിക്കപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.